ട്രംപിൻ്റെ നമ്പർ ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാം. ഹലോ ട്രംപ് സാറല്ലേ, ഞാൻ അക്ഷയാണ്, ഒന്ന് വെറുതെ ഹായ്ന്ന് പറയാനാ സാറേ, ഒരു പേടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് വിളിക്കണ്ടെന്ന്. അപ്പോൾ അവിടെ ആകെ ഫീലിംഗ് ആയിട്ട് അവള് പിന്നെ മേശപ്പുറത്ത് ഒരു 18 ലക്ഷം ഉറുപ്പ്യ ലാഭം ഉണ്ടായിരുന്നു. അയാൾ പോയിട്ട് ഞാനില്ലാതെ എൻ്റെ കമ്പനി ഇല്ലാണ്ട് പോയി എടുത്തു. എന്താന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അയാൾക്ക് വമ്പൻ നഷ്ടം വന്നു. വാച്ചിൽ നോക്കി പിന്നെ വർക്ക് ചെയ്ത ആൾക്കാരൊന്നും ഇന്ന് വരെ എവിടെയും എത്തിയിട്ടില്ല. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു എംപവേർഡ് ജേർണീസ് വിത്ത് പി കെ. മലപ്പുറത്ത് നിന്ന് ട്രാവൽ ചെയ്ത് ഞാൻ കോഴിക്കോട് എത്തിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ ഇന്നിരിക്കുന്ന ഗസ്റ്റ് പുതുതായിട്ട് എന്നെപ്പോലെ എൻ്റർപ്രണേഴ്സ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം മോട്ടിവേഷൻ നൽകുന്ന ഒരു വ്യക്തിയാണ്. കാരണം തൊട്ട് മുന്നേ ഒരു 1 വീക്ക് മുന്നേ സാറിൻ്റെ ഒരു സ്പീച്ചിന് കേൾക്കാറുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഞാൻ വിചാരിച്ചാണ് സാറിൻ്റെ ഒരു ചെറിയ ടൈം എനിക്ക് കിട്ടണം, അത് ബാക്കിയുള്ള എന്നെപ്പോലത്തെ എൻ്റർപ്രണേഴ്സിൽ എത്തിക്കുമെന്ന് അന്ന് തന്നെ ആഗ്രഹിച്ചാണ്. അപ്പം ദൈവത്തിൻ്റെ സഹായത്തോടു കൂടിയും സാറിൻ്റെ എല്ലാ പരിമിതിയുടെ ഇടയിലൂടെയും സാറിൻ്റെ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മളെ കാരാടൻ സുലൈമാൻ സാറിനെ വെൽക്കം ചെയ്യാണ്. വെൽക്കം ടു എംപവേർഡ് ജേർണീസ് വിത്ത് പി കെ. സർ, താങ്ക് യു. സാർ, വളരെയധികം സന്തോഷം സാറിൻ്റെ ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങൾക്കൊരു സമയം തന്നതിന്. സർ, സാറിൻ്റെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും സാറിൻ്റെ ട്രാവലും ഒക്കെ ആ കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പം സാറിൻ്റെ വളർന്ന ഈ പറഞ്ഞ ബിസിനസ്സിലേക്ക് എത്തിയ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ, എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിയത്, എങ്ങനെയാണ് ബിസിനസ്സിനെ നോക്കി കാണുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്നൊക്കെ പറയുകയാണെങ്കിൽ. നിങ്ങൾ പറഞ്ഞതിൽ വെച്ചിട്ടുണ്ട് ഞാൻ തുടങ്ങാം. ഓ, ആയിക്കോട്ടെ. മലപ്പുറത്തുനിന്ന്, അതായത് എടക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ കുറേ ആൾക്കാരെ നമ്മൾ കണ്ടു. നമ്മളെ കുറ്റം പറഞ്ഞവർ, നമ്മളെപ്പറ്റി ഇപ്പം എങ്ങോട്ടാണ് പോണ്, എന്തിനാണ് അങ്ങോട്ട് പോണ്. അപ്പം ഇവരൊക്കെ ഒന്ന് ചിരിച്ച് ഞാൻ അങ്ങനെ മഞ്ചേരി, നിലമ്പൂർ, ഇടവണ്ണ, മഞ്ചേരി, കൊണ്ടോട്ടി, രാമനാട്ടുകര, കോഴിക്കോടെത്തിയപ്പോൾ ഈ ചോദിച്ച ആൾക്കാരൊക്കെ അവിടെ നിൽക്കുകയാണ്. ഓക്കെ, അത് തന്നെയാണ് ഒരു വിജയം. അതല്ല മറിച്ച് ഞാൻ അവരോടൊക്കെ ഞാൻ പോകുന്നില്ല, ഞാൻ പ്രശ്നമാക്കി, ഇപ്പോഴത്തെ കച്ചറ ഉണ്ടാക്കി, ഒരു പ്രയാസം ഉണ്ടാക്കി, ഞാൻ അതിലൊക്കെ മനസ്സ് മടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇന്നും എടക്കരയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവർക്ക് ഒരു ചിരിയുടെ മറുപടി കൊടുത്തിട്ട് കോഴിക്കോട്ടൊക്കെ നടന്നു. അതൊരു നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു മറുപടി. ഇനി കച്ചവടത്തിന്റെ കാര്യമല്ലേ ചോദിച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞവരോ നമ്മളോട് പോകണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ആ പൊസിഷനിൽ തന്നെ ഉണ്ടാവും. അപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കുക, പോവുക, മുന്നോട്ട് പോവുക. അതാണ് ഒരാളെ എവിടെ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും പ്രധാനമായിട്ടുള്ളൊരു സംഭവം അതാണ്. ചെറിയ കുട്ടികളിപ്പോൾ ഫിലിം ഫീൽഡിലായിക്കോട്ടെ, പിന്നെ കുറേ IT മേഖലയിൽ സമ്പാദിച്ചു വരുന്നുണ്ട്. അവരൊക്കെ സ്വന്തമായിട്ട് ചില ഐഡിയകൾ ഉണ്ടാക്കി, പിന്നെ ആപ്പുകൾ ഉണ്ടാക്കി കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ അവരെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോ വേണ്ട എന്ന് പറഞ്ഞ് മുടക്കി കഴിഞ്ഞാൽ അവരെവിടെയും എത്തില്ല. അപ്പം നമ്മൾ അവിടെയൊക്കെ ഒരു ഡിസിഷൻ, എനിക്ക് ധൈര്യമായിട്ട് മുന്നേറണം എന്നുള്ള ആ സംഭവമുള്ള ആൾക്കാർ മുഴുവൻ ഉയരത്തിലെക്കുക. അതും ഹാർഡ് വർക്ക്, 24/7, നല്ല വാച്ചിൽ നോക്കി പിന്നെ വർക്ക് ചെയ്ത ആൾക്കാരൊന്നും ഇന്ന് വരെ എവിടെയും എത്തിയിട്ടില്ല. അവരൊക്കെ ആ നിൽക്കുന്ന ആ സ്റ്റേജിൽ ഉണ്ടാവും. അപ്പോൾ എനിക്ക് പുതിയ ജനറേഷനോട് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ എല്ലാ മേഖലയിലും നെല്ല് പുഴുങ്ങി, പിന്നെ ഒരു നാട്ടിൽ 1-2 ഡോക്ടർമാർ മാത്രം എല്ലാ രോഗത്തിനും ഉള്ള ഡോക്ടർമാർ, എന്തെന്നെ ആക്സിഡൻ്റ് ആയാലും എന്തെന്നെ വിരലും മുറിഞ്ഞാലും ഒരൊറ്റ ഡോക്ടർ ഉണ്ടാവും. അങ്ങനത്തെ കാലഘട്ടങ്ങളായിരുന്നു എല്ലാ സ്ഥലത്തും, കേരളത്തിലൊക്കെ. അവിടുന്ന് ഇപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജ് മുതൽ എല്ലാ ഹോസ്പിറ്റലും വന്ന് ഓരോരോ സെക്ഷൻ ഓരോരുത്തരായി ആ കാലഘട്ടത്തിൽ വന്ന്, പിന്നെ പേജർ, മൊബൈല്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഒക്കെ വന്നിട്ട് ഈ ലോകത്ത് ഇപ്പം ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനി വേറൊരു ലോകത്തേക്കാണ് പോണത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച് കച്ചവടം ചെയ്ത് ഒരു എക്സ്പീരിയൻസ് പുതിയ ജനറേഷന് പിന്നെ നമ്മളാൽ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള സംഭവം ഇപ്പോൾ നിങ്ങളെ പോലത്തെ ആൾക്കാർക്കൊക്കെ.
അത് പിന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു പ്രചോദനവും ചില തെറ്റുകൾ സംഭവിക്കുമ്പോൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് റൈറ്റിലേക്കാണ് പോകേണ്ടത് എന്നൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്ന പവറൊക്കെ ചിലപ്പോൾ ഞങ്ങളെടുത്ത മാതിരി കിട്ടും. എങ്കിൽ ഞങ്ങൾക്ക് ഫാൾട്ട് പറ്റിയിട്ടില്ലേ, നല്ലോണം സംഭവിച്ചിട്ടുണ്ട്, നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, തീരുമാനങ്ങൾ പിന്നെ മാറിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു അറിവ് നിങ്ങൾക്ക് പകരുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. തീർച്ചയായിട്ടും വളരെ സന്തോഷം സാർ. സാർ ഇപ്പോൾ പറഞ്ഞതിലൊരു ഇത് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്, അത് കഴിഞ്ഞിട്ട് അത് ചോദിക്കാൻ. പക്ഷേ സാറ് പറഞ്ഞ പോലെ നമ്മൾ കഥകളൊക്കെ കേട്ടിരിക്കുമ്പോൾ എക്സൈറ്റ് ആയിരിക്കുന്ന ഒരു കുട്ടിയില്ലേ, അതുപോലെ ഞാൻ കേട്ടിരിക്കുന്നത്. സാർ ഇതിലൊരു കാര്യം പറയണ്ടേ, അതായത് സാറ് അന്ന് മുതൽ ഇന്ന് വരെ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് AI കുറിച്ച് പറഞ്ഞു സാർ. ഫസ്റ്റ് നമ്മൾ ക്യാമറ വെക്കുന്ന വേണ്ടി AI ക്വസ്റ്റ്യൻ ചോദിച്ചു, പക്ഷേ എനിക്കറിയില്ല. അന്ന് നമ്മൾ ആ മീറ്റിംഗിൽ കണ്ട സമയത്തും സാർ AI കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, സാർ ഇങ്ങനെ ഇത്ര അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിൽ. പിന്നെ അതിനൊരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒഴുക്കിനെതിരെ നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുക. ഒഴുക്കിനെതിരെ നീന്തുകയാണ് അതിൻ്റെ അർത്ഥം. ഇന്നെന്താണോ നമ്മളെ ഇടയിൽ പിന്നെ കുട്ടികൾ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണെന്ന് കച്ചവടത്തിൻ്റെ ആൾക്കാർ, പിന്നെ എന്താണോ ഇന്ന് പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പം നമ്മളിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആണ് ഇപ്പോഴത്തെ ബിസിനസിൻ്റെ മെയിൻ അപ്പം അതിലേക്കൊന്ന് ഇറങ്ങി. അല്ലാണ്ട് നമ്മളിപ്പോൾ 8ാം ക്ലാസ്സിൽ വരെ പഠിച്ചു. നമ്മൾ ഡെയിലി ഓരോ സംഭവങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ അപ്ഡേറ്റ് ചെയ്യുമ്പോഴേ നമുക്കൊരു ബിസിനസ്സിൽ ഒരു ഉയർച്ച കിട്ടുള്ളൂ. അത് ഡ്രസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും നമ്മുടെ സംസാരത്തിലാണെങ്കിലും നമ്മുടെ പ്രവൃത്തിയിലാണെങ്കിലും നമ്മൾ മറ്റുള്ള ഒരാൾക്കാരോട് പെരുമാറുന്ന രീതിയിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ അപ്ഡേറ്റഡ്. വീട്ടുകാരോട് മക്കളോട് പെരുമാറുന്ന രീതിയിൽ കഴിഞ്ഞ കൊല്ലം പെരുമാറിയ മാതിരിയല്ല ഇപ്പോൾ ഇക്കുറി പെരുമാറുക. അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അത് എല്ലാ ബിസിനസ്സിലും ഒരു വീട്ടിലെ ബെഡ്റൂമിൽ ഉള്ള ബെഡ്ഷീറ്റ് അടക്കമുള്ള പെയിൻ്റ് അടക്കമുള്ള ഓഫീസ് അടക്കമുള്ള എല്ലാത്തിലും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ പോകും. അല്ലെങ്കിൽ ഈ പഴയ മാതിരിയേ ഞാൻ ചെയ്യുള്ളൂ, എനിക്കത് മതി, ആ ഒരു ഇതിൽ ആരും മുന്നേറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുമല്ല, എല്ലാം ഇപ്പോൾ ഒരു ബെഡ്റൂം ഇപ്പോൾ ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പെയിൻറ്റ്, അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്. ഇപ്പോൾ ഒരു ഡ്രസ്സ് മാറ്റുമ്പോൾ, ഉച്ചക്കൊരു മുഷിഞ്ഞ ഡ്രസ്സ് മാറ്റി കുളിച്ച് ഫ്രഷായി ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ എനർജി നമുക്ക് കച്ചവടത്തിലും അപ്ഡേറ്റഡ് ആകുമ്പോൾ കിട്ടും. അത് കണ്ടിന്യൂ ചെയ്താൽ നല്ല സംഭവമാണ്. നമ്മൾ ഇപ്പം ഫേമിലേക്ക് വരുന്ന സമയത്ത് കാരടൻ ലൈൻസ് അല്ലേ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബിസിനസ്സിൽ ചെയ്യുന്നത് സാർ? ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റിൽ എല്ലാ മേഖലയിലും A to Z അതിന് വേണ്ട ഉപകരണങ്ങൾ ഞങ്ങളെ കയ്യിലുണ്ട്, അതിന് വേണ്ട ആൾക്കാർ ഞങ്ങളെ കയ്യിലുണ്ട്. ഒരു ബ്രോക്കറായിട്ട് പിന്നെ സാധാരണക്കാരനായിട്ട് വന്ന് കാറ് കച്ചവടം ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരോട് ഇടപഴകിയ ഒരു എക്സ്പീരിയൻസ്, അത് പിന്നെ ഏതിൽ കൊണ്ട് എത്തിക്കണം എന്ന് വിചാരിച്ചാൽ അത് ഒരു റിയൽ എസ്റ്റേറ്റിൽ കൊണ്ട് എത്തിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 98 മുതൽ വെറും ലാൻഡ് ഡീലിലേക്ക് കടന്നു. അങ്ങനെ നമുക്ക് ആവശ്യമില്ല റോ മെറ്റീരിയൽ വലിയ കച്ചവടക്കാർ ആരാണോ കച്ചവടക്കാർ അവരുടെ കയ്യിൽ എന്ത് ബാലൻസ് വന്നു അവർക്ക് ഭൂമി എടുത്തു കൊടുക്കുക. അപ്പം നമ്മൾ കണ്ടെത്തേണ്ട ആൾക്കാർ പൈസ ഉള്ള ഒരു മുതലാളിമാരെടുത്താണ്. അതാണ് നമ്മളുടെ. അപ്പം അതിലേക്ക് അവരെങ്ങനെ പരിചയപ്പെടാം, അവരിലേക്ക് എങ്ങനെ എത്താം, അവരെങ്ങനെ നമ്മൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും, അവരെ ഏതൊക്കെ സ്വഭാവമാണ്, ആ സ്വഭാവത്തിലേക്ക് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയണം. നമ്മളതായിട്ടുള്ള സ്വഭാവം കൊണ്ട് അവരുടെ അടുത്ത് പോയാൽ നമുക്ക് ഒരിക്കലും സീറ്റ് കിട്ടില്ല. ആ പോയിന്റ് ശരിക്കും നോട്ട് ചെയ്യണം. പിന്നെ പുതിയ ടീം ശരിക്കും നോട്ട് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മൾ അതിനേക്ക് ഫ്ലെക്സിബിൾ ആവണം. കേരളത്തിലെ ഓരോ മുതലാളിമാരും ഓരോ കുട്ടികളും ഓരോ പയ്യന്മാരും ബിസിനസ്സിലെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. അപ്പോൾ അവരടുത്ത് എങ്ങനെ നിൽക്കണം, അവരോട് എങ്ങനെ സംസാരിക്കണം, ഇയാൾക്ക് ഈ രീതിയെ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചാൽ അതൊരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കൊന്നും വേണ്ട. ശരിക്കും അത് പിന്നെ നമ്മൾ പെരുമാറുമ്പോൾ, അതായത് ഇവരായിട്ടൊക്കെ പെരുമാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ടൈപ്പാണ്. അവരുടെ അങ്ങനെ ഇട്ടിട്ട് ഒരു കച്ചവടത്തിൻ്റെ ഉദ്ദേശം മാത്രമാണ് അവരോട് പാടില്ല. ഒരു മണി മേക്കിംഗ് ആണെന്ന് വിചാരിക്കാൻ പാടില്ല. അവർ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക.
നമ്മളെ ഒരു അങ്ങനെ ഉണ്ടല്ലോ ഒരു കൂട്ടുകാരെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഒരു ബിസിനസ്സിനെ കിട്ടുമോ നോക്കുക. അതാണ് അതിൻ്റെ ഒരു സംഗതി. അതുപോലെ തന്നെ നമുക്കിപ്പം കേരളത്തിലും പുറത്തൊക്കെ ആയിട്ട് സ്ഥാപനങ്ങളുണ്ടല്ലോ, എത്രത്തോളം സ്റ്റാഫുകൾ ഏകദേശം സാറിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അപ്രോക്സിമേറ്റ്? ഇപ്പോൾ ദുബായിലും ഇവിടെയായിട്ട് പിന്നെ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരമായിട്ട് ഒരു 100-110-115 ആൾക്കാർ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയുണ്ട്. അതിലിപ്പോൾ ഏറ്റവും രസം എന്താ വെച്ചാൽ ചെറിയ ചെറിയ പെൺകുട്ടികൾ 22, 23, 24 വയസ്സിലെ കുട്ടികൾ ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഏജൻ്റായി, അതായത് നമ്മുടെ ഭാഷയിൽ പറയണേ ബ്രോക്കർ എന്ന് പറഞ്ഞ ഭാഷ, അത് ഏജൻ്റാണ്. ഏതൊരു ബിസിനസ്സിനും ഒരു മീഡിയേഷൻ ആവശ്യമാണ്. ആ മീഡിയേഷൻ വഹിക്കുന്ന ഒരാൾ ഇന്ന് ആദ്യം ഒരു സാധാരണക്കാരനായിട്ട് നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു വെള്ളക്കുപ്പായം വെള്ളത്തുണി ഇട്ടിട്ടുള്ള ഒരാളെ കാണാൻ പറ്റും. ഇപ്പം അതൊക്കെ മാറി. ഇപ്പോൾ പെൺകുട്ടികൾ ഫോൺ ചെയ്യുന്നു. ഇന്നിപ്പോൾ അവിടെ ഒരു ഞങ്ങൾ ഒരു കച്ചവടം കഴിഞ്ഞാൽ അപ്പം ബെല്ലടിക്കും ഇവിടെ. ഇന്നിപ്പോൾ ഒരു ബെല്ലുണ്ടായിരുന്നു, അത് ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ പിന്നെ ക്ലോസിങ് നടന്ന അപ്പം ബെല്ലടിക്കും. അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവരൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോഴും അവരൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ റെൻ്റലും റൂംസ്, ഫ്ലാറ്റ്, അതായത് ലാൻഡുകൾ എല്ലാം കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ അവർക്കും നല്ലൊരു ഹാപ്പി മൂഡാണ്. പഴയ കാലത്ത് ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. പണ്ട് നമ്മൾ ബ്രോക്കർ പണി കയറുമ്പോൾ ഇങ്ങനെ കണ്ട സംഭവത്തെ ഇന്ന് മാറി, അത് പ്രൊഫഷണലായിട്ട് മാറി കഴിഞ്ഞല്ലേ? പ്രൊഫഷണലായിട്ട് പറഞ്ഞ കാരക്ടർ. ഞാനൊക്കെ ഒരു ബ്രോക്കർ എന്ന് പറയുന്ന ഒരു അന്തസ്സിലാണ് ഇപ്പോൾ. അതൊരു വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അരിപ്രശ്നമായിരുന്നു. നമ്മൾ ജീവിച്ചതും നമ്മുടെ മക്കളെ പോറ്റിയതും നമ്മൾ എവിടെ ഇന്ന് ഇരിക്കുന്ന സീറ്റിലൊക്കെ ഒരു ബ്രോക്കർ അത് പറഞ്ഞാൽ ഒരു വലിയ അത് രണ്ട് കൂട്ടരി മുട്ടിക്കുന്ന ഒരിടയിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഫീസ് കിട്ടും. അതുകൊണ്ട് അവർ ഓഫീസും കാര്യങ്ങളും, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, റൂം, ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ, ഡീസൽ, പെട്രോൾ, അതൊക്കെ കഴിയും. ഇതിൻ്റെ ഒരു വശം കൂടി ഞാൻ പറയട്ടെ, നമ്മുടെ ചോദ്യം ഇല്ലാതെ തന്നെ ചില ആൾക്കാർ ഇതിന് ഒരു മീഡിയേഷൻ വഹിക്കാൻ വേണ്ടി മടിക്കും. അവർക്ക് ശരിക്കും നഷ്ടം സംഭവിക്കാം. ഓരോരോ വിഭാഗങ്ങൾക്ക് ഓരോരോ ഫീസും കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇപ്പം നാട്ടിൽ സംവിധാനമായി. ഇപ്പം നമ്മൾ 93 പ്രകാരമല്ലല്ലോ 2023, 24, 25 വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഒരു പ്രൊഫഷണലായിട്ടൊരു ഇങ്ങനത്തെ ഒരു കമ്പനിയെ പിന്നെ ആരെങ്കിലും ഒരാളെ മീഡിയേഷൻ വഹിച്ചിട്ട് അതിൻ്റെ ഒരു ഫീസ് കൊടുത്താൽ അതിൻ്റെ ഒരു സർവീസ് കിട്ടും. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, പിന്നെ മാർക്കറ്റിൻ്റെ അളവ്, വില എങ്ങനെയാണ്, എന്താണെന്നുള്ളത് അവരിന്ന് പഠിക്കും. അപ്പോൾ എപ്പോഴും എന്തിനും ഒരു മീഡിയേഷൻ ആവശ്യമാണ്. ഇങ്ങനത്തെ ഫേമിൽ ഒരു ഫോൺ ചെയ്തിട്ട് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അവരാ ഒരു പ്രൈസിന് റെൻറ്റിനോ പിന്നെ അല്ലെങ്കിൽ വിലക്കോ വാങ്ങിത്തരും. അതിൻ്റെ ഒരു ഫീസ് കൊടുക്കുക. നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുക്കുന്നു. അതുകൊണ്ട് എപ്പോഴും നല്ലതാണ്. ഏതൊരു കച്ചവടക്കാരായിക്കോട്ടെ. എൻ്റെയൊക്കെ ലൈഫിൽ ഇന്നലെയും കൂടി ഒരു സംഭവം ഉണ്ടായി. എനിക്കിപ്പോൾ അത് പറയാൻ വയ്യായിട്ടാ. അദ്ദേഹം ഞാൻ എടുത്തു കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അയാൾക്ക് മാസം ഒരു 18 ലക്ഷം റുപ്യ ലാഭം ഉണ്ടായിരുന്നു. അയാൾ പോയിട്ട് ഞാനില്ലാതെ എൻ്റെ കമ്പനി ഇല്ലാണ്ട് പോയി എടുത്തു. എന്താന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അയാൾക്ക് വമ്പൻ നഷ്ടം വന്നിരിക്കുന്നത്. മനസ്സിലായി. അതെന്താ വെച്ചാൽ മീഡിയേഷൻ വഹിച്ചാൽ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അത് പേടിച്ചിട്ട് നഷ്ടം സംഭവിച്ചു. നമുക്കൊന്നും ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു, മോശമായി പോയിട്ടോ എന്ന് പറഞ്ഞു. പിന്നെ പഴയ പോലെ നമ്മൾ ചെന്നിട്ട് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി, ഒരു വലിയ സ്ഥാപനത്തിൽ കയറി കച്ചറ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ സിസ്റ്റമൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ നമുക്ക് ജോലി ഇഷ്ടം പോലെ 24 hours എടുക്കാനുള്ള പണി നമ്മൾക്കോ നമ്മളെ ടീമിനൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്ത് അവർക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. എന്തായാലും ഒരു ഫേമിനെ വിളിക്കാത്ത, ഒരു ബ്രോക്കറെ അതിൽ ഉൾപ്പെടുത്താത്ത, ഒരു ഏജൻറ്റിനെ അതിൽ ഉൾപ്പെടുത്താത്ത ഒരു വിഷമം അവർക്കുണ്ടാവും. അതെല്ലാ ആൾക്കാരും വാങ്ങുന്ന നിങ്ങളടക്കം ശ്രദ്ധിക്കുക. ഒരു ഡീൽ നടക്കുമ്പോൾ ഇടയിലൊരാളെ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. വേറെവർ വേൾഡിൽ നിങ്ങൾ ഇനി എവിടെ എന്താണെങ്കിലും ഒരു ഫുട്ബോൾ ടീമിനെ കളിക്കാൻ വിളിക്കുകയാണെങ്കിലും അതിൽ ഒരിടയിൽ ഒരാളുണ്ടാകുന്നത് നല്ലതാണ്. വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും. ഒരു ക്രിക്കറ്റ് ടീമിനെ അല്ലെങ്കിൽ ഒരു സ്ഥലം, ഒരു ഫ്ലാറ്റ്, എന്തിനൊരു മീഡിയേഷൻ
ആവശ്യമാണ്. നമ്മളിപ്പോൾ ചെറുതായിട്ട് ഈ ആക്ടിംഗ് ക്ലാസ്സും ഡിറക്ഷൻ ക്ലാസ്സും ഒക്കെ എടുത്തു തുടങ്ങുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം ഈ വർഷം ഒരു അക്കാഡമി തുടങ്ങുന്നതല്ല, തീർച്ചയായിട്ടും ഞാൻ അവിടെ വരും. നമുക്ക് ബാക്കി ലാൻഡ് കാര്യങ്ങളൊക്കെ വേണ്ടി. അക്കാഡമി എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. ഞങ്ങളിത് ഇപ്പം അടുത്ത് അത് അനൗൺസ് ചെയ്യാനായിട്ടില്ല, ഒരു വലിയൊരു ഫേമായിട്ട് ഒരു ബ്രോക്കർ അക്കാഡമി തുടങ്ങുന്നുണ്ട് ഞങ്ങൾ. ബ്രോക്കർ അക്കാഡമി അത് ഓൾറെഡി സ്റ്റാർട്ടായി. ഒഫീഷ്യൽ അനൗൺസ് ഇപ്പോൾ അടുത്തുണ്ട്. ഇനി ഉള്ള കാലഘട്ടത്തിൽ അത് ആവശ്യമാണ്. ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒരു പിന്നെ പ്രൊഫഷണലായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കുറച്ച് കുട്ടികളെ ഇറക്കുന്ന ഒരു സംവിധാനമാണ്. അവർക്കും നല്ല ഹാപ്പിയാണ്. അവർക്കിപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താ അറിയോ, പിന്നെ എവിടെ ഇരുന്നിട്ട് ഈ ബിസിനസ് ചെയ്യാം. ഇപ്പം സമയം 7 മണി അല്ലേ, ഇനിയിപ്പോൾ 11 മണി വരെ കോഫി ഷോപ്പിലിരിക്കുക, പുലർച്ചെ 3 മണി വരെ ഇരിക്കുക. ഇതിന് ഇങ്ങനെ ഒരു സമയവും കാര്യങ്ങളൊന്നുമില്ല. ഗൾഫിൽ ബന്ധപ്പെടാൻ ലണ്ടനിലോ അമേരിക്കയിലൊക്കെ എല്ലാ ആൾക്കാരെ രാത്രി വിളിക്കുക. അങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ റിയൽ എസ്റ്റേറ്റ്. ഈ പറഞ്ഞ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ ആളുകൾ ഭയങ്കര ആവേശത്തോടെ ചെയ്യുന്ന സംഭവമാണ് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ. അത് വലിയ വലിയ എമൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണാം. നന്നായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ചെറിയ ആൾക്കാർ വന്നിട്ട് തന്നെ നന്നായിട്ട് ഫണ്ട് നല്ല ജനറേറ്റ് ഉണ്ട് ഈ ഒരു മേഖലയിൽ നിന്ന്. ഇപ്പോൾ അതുപോലെ തന്നെ സാറോട് ഞാൻ ചോദിക്കുന്നത്, അത് എംപ്ലോയിയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും രണ്ടും ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ സാറിന് ഇത്രയും വർഷത്തെ ട്രാവലിൽ ഒരു എംപ്ലോയിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? ഈ വന്ന് 30 വർഷത്തെ 35 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഓരോരോ പടിയിലും ഓരോരോ ടൈപ്പായിരുന്നു. അതിലിപ്പോൾ എത്തി നിൽക്കുന്ന മേഖലയല്ലേ 25ാമത്തെ, ഇപ്പോൾ 2025 പേര് ഞാൻ പറഞ്ഞു, അക്ഷയ്. ശരിക്കും ശ്രദ്ധിച്ചോടെ, ഇപ്പോഴത്തെ സ്റ്റൈലും പറയാം, ആദ്യത്തെ സ്റ്റൈലും പറയാം. ഇപ്പോൾ മോനെ എന്തൊക്കെയുണ്ട്, പിന്നെ എന്തെങ്കിലും ചെയ്തോ, ഹായ് ഷാറല്ലേ, പിന്നെ നമുക്ക് ഒരു ചായ പിടിച്ചു പോവാ. അത് ചെയർമാനാണെങ്കിലും പിന്നെ നമ്മുടെ മാനേജറാണെങ്കിലും നമ്മുടെ സെയിൽസിലെ ഹെഡാണെങ്കിലും ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇപ്പോൾ ജോലിക്കാരോട് പെരുമാറാൻ പാടുള്ളൂ. അതെ. ഒരു 1994, 95, 90 എന്താ എപ്പോഴാ വന്ന്, എന്താ നേരം വഴിയേ, ശൈലി വേറെ മാറി, പെട്ടെന്ന് അതെടുക്ക് എന്നൊക്കെ പറയുന്ന ഒരു ആജ്ഞാപിക്കുന്ന ഒരു കാലഘട്ടം. അതൊക്കെ ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് അതൊക്കെ മാറി, എടാ പോടാ എന്നുള്ള വിളികളില്ല. ഇപ്പോൾ ഒരു എല്ലാവരും ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം ഞങ്ങളുടെ ഈ ടീം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ല ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങളിടയ്ക്ക് ടൂറൊക്കെ പോവും. പിന്നെ അതിലൊക്കെ അവർക്ക് കിട്ടുന്ന ഒരു എനർജി, ആഹ്ലാദം, ചിരി, കളി, അതൊക്കെ നമുക്ക് ഈ ഒരു ഊർജ്ജം ഇവിടെ ഒരു തലവേദന പനിയൊക്കെ ഉണ്ടായാലും അപ്പം തന്നെ പോയി റെസ്റ്റ് എടുക്കാൻ പറയും. അങ്ങനെ നമ്മളും അവരും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള കണക്ഷനാണ് ഈ കാലഘട്ടം. ആ കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിന് വലിയൊരു മാറ്റം വന്നിപ്പോൾ. അതുകൊണ്ട് എംപ്ലോയീസിന് ഇപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വന്നു, അല്ലെങ്കിൽ ഇന്ന് ഹാഫ് ഡേ ലീവാണ്, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ നല്ലൊരു ഡീൽ ചെയ്യുക. പിന്നെ നമ്മൾ അവരെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 60-65 സ്റ്റാഫുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുക. ഫാമിലി അറ്റ്മോസ്ഫിയർ ഇട്ട് ഭയങ്കര ഒരു ഹരാണ്. അവർക്ക് ഇഷ്ടമുള്ള മെനു ഉണ്ടാക്കാൻ പറയും. അതൊക്കെ ഇപ്പോൾ പിന്നെ ഒരു നല്ല സംഭവമാണ്. ഞാനിപ്പോൾ സാറിനോട് സംസാരിക്കുമ്പോൾ തന്നെ, സാറിനെ പോലെ തന്നെ കുറേ വർഷങ്ങളെ ബിസിനസ് വേറൊരു എൻ്റർപ്രൈസ് ഞാൻ ഇൻ്റർവ്യൂ എടുത്തായിരുന്നു. അന്ന് ആ സാറിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കുറച്ചുകൂടി ഇതായിരുന്നു, കംഫർട്ട് ഇല്ലായിരുന്നു. പക്ഷേ സാറിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ട ഒരാളായിട്ട് സംസാരിക്കുന്ന ഫീല്. നമ്മൾ ഈ ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ളത്. അപ്പം ഗീവ് റെസ്പെക്റ്റും ടേക്ക് റെസ്പെക്റ്റും ബിസിനസ്സിൽ എന്തൊക്കെ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് സാർ പറയുന്നത്? ഭയങ്കര രസകരമായിട്ടുള്ള ചോദ്യമാണ്. ആദ്യം ഒരൊറ്റ മറുപടി എന്നിട്ട് പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇല്ല. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ അവരെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ച് റെസ്പെക്റ്റ് ചെയ്ത് മുന്നിൽ നിന്ന് ആ ഒരു തമ്പുരാക്കന്മാരെ കാലം കഴിഞ്ഞ് മുതലാളിമാരെ കാലം കഴിഞ്ഞ് അതും കഴിഞ്ഞ് വേറൊരു യുഗത്തിലെത്തി. അങ്ങനെ ഓരോരോ വർഷം കൂടുമ്പോഴും ഹൈപ്പ് വന്ന് മൊബൈൽ വന്ന് 96-ൽ, അപ്പോൾ വേറൊരു കോലത്തിൽ മൊബൈലിൽ ഓനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരായി, അത് കഴിഞ്ഞ് എല്ലാവരുടെ കയ്യിലുമായി. അങ്ങനെ ആയി ഇപ്പോൾ നിൽക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ വലിയൊരു മേഖല. ഇങ്ങോട്ട് ആരും മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട. സത്യത്തിൽ അവരുടെ സ്വത്തും അവരുടെ
പിന്നെ പൈസയൊക്കെ ലോക്കറിലും ബാങ്കിലും അല്ലേ. നമ്മൾ അത് ആരും ഫ്രീ ആയിട്ട് കൊടുക്കില്ലല്ലോ. ഞാനടക്കം നിങ്ങളടക്കം അക്ഷയ അടക്കം കൊടുക്കില്ലല്ലോ. നമുക്ക് അവരിൽ നിന്ന് കിട്ടേണ്ട സാധനം എന്താ? ഒരു ചിരി. ഒരു ചിരി എന്താ സുഖം തന്നെയല്ലേ? ഭക്ഷണം കഴിച്ചോ, ഒരു ചായ കുടിക്കല്ലേ? അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് അവരോട് കിട്ടുന്ന റെസ്പെക്റ്റ് ഭയങ്കരമാണ്. അതല്ല നേരെ മറിച്ച് എന്തേ ഏതാ നമ്മളൊരു ബഹുമാനമില്ല, ഒരു ചിരിക്കൂല. ഇങ്ങനത്തെ ആൾക്കാരെ രണ്ടാമത്തെ പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യങ്ങൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കും. അപ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും, നീ എന്താ എന്നെ മൈൻഡ് ചെയ്യാത്തത്? നീ ഇങ്ങോട്ടില്ല, അപ്പം ഞാൻ അങ്ങോട്ടുമില്ല. ഞാൻ നിന്റെ സ്വത്ത് വാങ്ങാനോ നിൻ്റെ അടുത്ത് കടം വാങ്ങാനോ നിൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും തട്ടിപ്പറിക്കാനൊന്നുമല്ല വന്നത്. ഞാൻ പ്രതീക്ഷിച്ച നിൻ്റെ അടുത്ത് ഒരു ചിരി, എനിക്ക് എൻ്റെ ഒരു ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പറ്റുമോ? ഇതാണല്ലോ അവരിൽ നിന്ന് കിട്ടുന്നൊരു സംഭവം. അതിന് അവരിങ്ങോട്ട് ചെയ്തിട്ടില്ലേ അങ്ങോട്ടും ചെയ്യേണ്ട അക്ഷയ്. അതാണ് ഇപ്പോഴത്തെ പോളിസി. ന്യൂ ജൻ ടീമിനോട് എനിക്കും പറയാനുള്ളത്, ഒരു എല്ലാവർക്കും സ്നേഹത്തോടെ പെരുമാറുക. നിങ്ങൾ ഒരു കണക്ഷൻ അങ്ങോട്ട് കൈമാറുക, ഒരു ഫോൺ നമ്പർ ഇങ്ങോട്ട് കൈമാറുക. അപ്പോൾ ആ ഒരു ബന്ധമാണ് ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 50 ഏക്കർ ഭൂമി വേറെ എവിടെയെങ്കിലും മലൻ്റെ മുകളിൽ തരാൻ എനിക്ക് വേണ്ടാന്ന് പറയും. ഇപ്പോഴത്തെ ആവശ്യം എന്താ വെച്ചാൽ ദുബായിലോ ലണ്ടനിലോ ഒരു ഫ്ലാറ്റ്, അല്ലെങ്കിൽ പിന്നെ മലേഷ്യ, അങ്ങനത്തെ ഒരു കുറച്ച് പൈസ, പിന്നെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടാവുക, നല്ലൊരു മൊബൈൽ, നല്ലൊരു ഡ്രസ്സിങ്, നല്ല കൂട്ടുകാർ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ ആവശ്യം. കുറേ സ്വത്തല്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാവരെയും സ്നേഹിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക. ഇങ്ങോട്ട് തരുന്ന സ്നേഹം അതിലുപരി അങ്ങോട്ട് കൊടുക്കുക. ഇത് കച്ചവടത്തിന് ആവശ്യമായ ഒരു സാധനം. ഏത് ഫീൽഡിലും, നിങ്ങളുടെ ഫിലിം ഫീൽഡായാലും റിയൽ എസ്റ്റേറ്റ് ഫീൽഡായാലും ഒരു കച്ചവടമാണെങ്കിലും എല്ലാ മേഖലയിലും, ഒരു പ്ലൈവുഡ് കച്ചവടം ആയിക്കോട്ടെ, ഇനി ഏത് മേഖലയിലായിക്കോട്ടെ, ബന്ധങ്ങൾ സ്ഥാപിക്കുക, കണക്ഷൻ ഉണ്ടാക്കുക. അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് നമ്മൾ സിനിമയിൽ ഇറങ്ങിയ ഡയലോഗാണ്, ഇൻസൾട്ടാണ് എന്താ എൻ്റെ വിജയത്തിന് കാരണം എന്ന് പറഞ്ഞ ഡയലോഗ് ഫേമസ് ആയിക്കൊണ്ടിരുന്നത്. അപ്പം സാറിൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇൻസൾട്ട് ആയൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവും? ഇൻസൾട്ടിൽ നിന്ന് പിന്നെ വിജയത്തിലേക്ക് വരാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ മോനെ അതുണ്ടായിട്ടുള്ളൂ. ചില സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ നമ്മളെ മൈൻഡ് ചെയ്യില്ല, അവൻ എന്തിനാ വന്നത്, ഇല്ലയെന്ന് പറഞ്ഞേക്ക്, പോകാൻ പറഞ്ഞേക്ക്. അപ്പം നമുക്കൊരു വാശി കയറും, ഇവിടെ എങ്ങനെയെങ്കിലും എത്തണം. ഒപ്പമെല്ലാം കുറച്ച് അതിൻ്റെ പേര് ചിങ്കിടികൾ എന്നാ. ഈ പൈസക്കാരുടെ കൂട്ടത്തിൽ കുറച്ച് ചിങ്കിടികൾ ഉണ്ടാവും. ഇവരാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ അവരുടെ സ്ഥാനം നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് നമ്മളെ അവിടെ കയറ്റില്ല. അപ്പോൾ അവിടെ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ അവിടെ കയറി ഇരിക്കണം എന്നുള്ള വാശി ഉണ്ടാവും. അപ്പം നമ്മൾ റൂട്ട് മാറ്റി സഞ്ചരിക്കും, അവരത്തേക്ക് എത്താൻ നോക്കും. അപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു നമ്മളെ ഡെസ്റ്റിനേഷൻ ഒരാളുണ്ടാവുമല്ലോ, അയാളെ മൂഡ് അനുസരിച്ചിട്ട് വേണം നമ്മൾ അവിടേക്ക് എത്താൻ. അപ്പോൾ ഈ ശിങ്കിടികളിലെ റൂട്ട് കൂടെ പോവാതെ നേരെ വളഞ്ഞു പോയിട്ട് അയാളുടെ സമയം, അയാളുടെ മൂഡ്, അയാൾ ഒറ്റക്കാണോ, അയാൾ എന്തൊരു സംഗതിയിലാണ്, അങ്ങനെ എത്തിപ്പെട്ട കുറേ ചരിത്രങ്ങൾ, സംഭവങ്ങൾ എൻ്റെ ഇതിലുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, പോണ റൂട്ടിലൊന്നും മാറ്റി പിടിക്കണം. പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ ഈ ചിങ്കിടികൾ എന്ന് പറയുന്ന ആൾക്കാർ ചില കച്ചവടങ്ങൾ മുടക്കികളുണ്ട്. മനസ്സിലായോ? ഈ കച്ചവടം മുടക്കികൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കച്ചവടം പറയും. അപ്പോൾ കച്ചവടം പറഞ്ഞ എല്ലാം റെഡി ആയിട്ട് നമ്മളെ പണി എന്താ വെച്ചാൽ അവർക്ക് കാണിച്ചു കൊടുക്കുക, ഇതിങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഒക്കെ കൊടുക്കുക. അതിൽ മറ്റൊരുത്തങ്ങനെ ഈ ഒപ്പല്ല ആളിങ്ങനെ കേട്ടിരിക്കണ്ടാവും, നടന്നത് തന്നെ. അപ്പോൾ ഞാനങ്ങോട്ട് പോവും. ഞാനങ്ങോട്ട് പോയിട്ട് ഓൻ പറഞ്ഞ വില എത്ര? 18 ലക്ഷം റുപ്യല്ലേ? അത് 12 ലക്ഷം റുപ്യക്ക് കൊടുക്കാൻ വെച്ചതാ. പിന്നെ അവിടെ ഇപ്പം ആരും ഒന്നും എടുക്കണില്ല. അത് ഈ മുടക്കികളായിട്ടുള്ളൊരു സംഭവമുണ്ട്. അവരെയും അതിജീവിക്കാനുള്ളൊരു ബുദ്ധിയുണ്ട്, ഒരു സംഗതി ഉണ്ട്, ഒരു ട്രിക്ക് ഉണ്ട് ബിസിനസ്സിൽ. ഞാനിപ്പോൾ എന്താ വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർ ഇരിക്കുമ്പോൾ നമ്മൾ കച്ചവടം സംസാരിക്കാതിരിക്കുക. അവരവരെ പണി എടുത്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അയാളില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അവരില്ലാത്ത സമയത്ത് നമ്മൾ പോയിട്ട് കച്ചവടം സംസാരിക്കും. അപ്പോഴായിരിക്കും അത് സക്സസ് ആകുക. അത് വലിയൊരു സംഭവമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ. ഈ റിയൽ എസ്റ്റേറ്റിൽ നിന്നല്ല, എല്ലാ മേഖലയിലും. അക്ഷയ് പിന്നോടൊരു കഥ പറയാൻ വന്നു. കഥയൊക്കെ പറഞ്ഞ്
അക്ഷയ് ഇങ്ങനെ പോയി. അപ്പോൾ അക്ഷയൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ എന്നെ കാണാൻ വന്നിരിക്കണത്. അപ്പോൾ അന്ന് അക്ഷയ് ഉണ്ടല്ലോ, എന്താ പറഞ്ഞ് സംഗതി ശ്രദ്ധിച്ചോട്ടോ കിട്ടിയില്ലേ? ഇതാണ് ഇതിന്റെ ഒരു പ്രധാനം. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ, അങ്ങനെ ഈ മുടക്കാൻ മാത്രം നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള സംഭവമുണ്ട്. പ്ലീസ് നിങ്ങൾ ആ പണി നിർത്തി, ഇത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയും. അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആകെ ഒരു ചാൻസ് വയറിന് ഇത്രയൊന്നും ആവശ്യമില്ല, ഇത്രയൊന്നും മുടക്കണ്ട, ഇത്രയൊന്നും അസൂഖ്യപ്പെടണ്ട, എല്ലാവരും കയറി വരട്ടെ. നമ്മളൊരു കൂട്ടിലാണ്, ലോകം എന്ന് പറഞ്ഞ കൂട്ടിലാണ്, എല്ലാവരും ജീവിക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നമ്മളും ഈ മുതലാളിമാരെ കൂടെ അല്ലെങ്കിൽ വാങ്ങാനിരിക്കുന്ന ആളെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്കുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞ സാധനം. പക്ഷേ അത് അവർക്ക് തന്നെ കൊടുക്കണ്ടേ, വേറെ ആർക്കും കൊടുക്കണ്ട. ഏത് ഈ മുടക്കികൾ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടല്ലോ, അത് ചില ആൾക്കാർ പിന്നെ കഥ പറയാൻ പോയാൽ, സാധനം വാങ്ങാൻ പോയാൽ ഒരു ഷോപ്പിൽ നല്ല പിന്നെ സാധനമായിരിക്കും, ചിലപ്പോൾ നല്ല ഷർട്ടും ഡ്രസ്സൊക്കെ ആയിരിക്കും, അവിടെ വില വെറുതെ പറയും, അങ്ങോട്ട് പറയും. ചില ആൾക്കാരത് വിശ്വസിക്കും, അവർക്കൊരു രസം. മറ്റവന്റെ കച്ചവടമാണ്, അല്ല അവന്റെ കഞ്ഞിലാണ് ഈ പോയി വരുന്നുള്ളൊരു ശ്രദ്ധ അവർക്കില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പറയാൻ പാടില്ല. അവരുണ്ടാവുമ്പോ ഒന്ന് മാറി നിൽക്കുക. പിന്നെ അവരോട് നമ്മളൊന്ന് ഉപദേശിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. എന്ത്, നിങ്ങൾ ഈ പരിപാടി ഒന്ന് നിർത്തി, എല്ലാവരും ഒന്ന് ഉയർന്നോട്ടെ. ഓക്കെ. അക്ഷയ്, ഒരു തമാശ ഉണ്ടേ. ഒരിക്കൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബോംബെ ഹോട്ടലിൽ പോയി. നമ്മൾ ഈ അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ചു മറിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഒരു അഡ്വാൻസ് കൊടുത്ത് ഒരു എഗ്രിമെൻ്റ് ചെയ്ത് പിന്നെ ഇത് മറിച്ചു കൊടുക്കും. അപ്പോൾ ഒരാളെ കൂടെ ഒരു 4-5 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 1 ലക്ഷം റുപ്യ അഡ്വാൻസ് കൊടുത്തു. വലിയൊരു സ്ഥലമാണ്. ഞാൻ ആ 1 ലക്ഷം കൊടുത്തിട്ട് പകുതി കാൽ ഭാഗം പേയ്മെൻറ്റ് ഒരാഴ്ച കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ അവിടെ ഇരുന്നൊരാൾ പറഞ്ഞു അയാളോട്, അത് സുലൈമാനാണ്, അത് പിന്നെ ആ എഗ്രിമെൻ്റ് ഇങ്ങനെ നീണ്ട് പോവും എന്ന് പറഞ്ഞു. അപ്പം തന്നെ മറ്റാളെ ഫോൺ വന്നു, സുലൈമാൻ അത് വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യ്, 2 മാസം കഴിഞ്ഞിട്ട് പൈസ തന്നാൽ മതി, ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് പൈസ എഗ്രിമെൻറ്റോ വേണ്ടാന്ന് പറഞ്ഞു. ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ എൻ്റെ ഒപ്പമുള്ള ആളോട് പറഞ്ഞു, ഇതാരോ കടന്നിട്ട് അവിടുന്ന് മുടക്കിയതാണ്. അപ്പോൾ സംഭവം അതന്നെ. അപ്പം എനിക്ക് 2 മാസം 1 ലക്ഷം രൂപയ്ക്ക് 2 മാസം സമയം കിട്ടി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ സാധനം ഒരു വാശി, എനിക്കൊരു എനർജി കൂടി, ഞാൻ ഈ പ്രോപ്പർട്ടിയും കൊണ്ട് അങ്ങനെ നടന്നു, എല്ലാവരുടെ അടുത്തും നടന്നു. ഞാൻ ഈ 2 മാസത്തിനുള്ളിൽ സാധനം വിറ്റു, എനിക്കൊരു ലാഭം കിട്ടി. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പൈസയൊക്കെ കൊടുത്ത് ഈ മുടക്കിയ ആളെന്ന് കണ്ടുപിടിച്ചു. അതിൽ ഞാനിങ്ങനെ ഒരു ഹോട്ടലിൽ, കോഴിക്കോട് ഒരു ഹോട്ടലിൽ പോയിട്ട് വരാൻ പറഞ്ഞു. ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ കുടിച്ചിട്ട് അയാളുണ്ടായിരുന്നു അവിടെ. ഞാൻ ഈ ചായ എന്തിനാണ് നിങ്ങൾക്ക് വാങ്ങിത്തരുന്നത്, നിങ്ങൾ എനിക്ക് വലിയൊരു ഉപകാരം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് കച്ചവടം ചെയ്യപ്പോൾ നിങ്ങളാണെന്ന് തോന്നുന്നു ഇയാളോട് പറഞ്ഞിട്ട് ഇതൊന്ന് മുടക്കി തന്നു. അപ്പം എനിക്ക് പൈസ ഉണ്ടാക്കേണ്ടി വന്നില്ല. ഞാൻ വാശെടുത്ത് ഈ 1 ലക്ഷം റുപ്യ കൊടുത്തില്ല തന്നെ ഞാനത് കച്ചവടം ചെയ്തു. അതിൻ്റെ കാരണക്കാരൻ നിങ്ങളാണ്, താങ്ക് യു വെരി മച്ച്. അതിന് ഇയാൾ ഭയങ്കരമായിട്ട് ചിരിക്കാം. അപ്പോൾ ചില ആൾക്കാർ മുടക്കുമ്പോൾ നമുക്ക് ഉപകാരങ്ങൾ വരും, മനസ്സിലായി? അതൊരു ഹരായിട്ട് എടുക്കുക. അപ്പോൾ ഒരു വാശി കയറും. അർത്ഥങ്ങൾ ചോദിച്ച മാതിരി ഇൻസൾട്ടിന്റെ ഒരു മറുപടി ഒന്നില്ലേ, അത് മാതിരി. ഓക്കെ. സാർ ഇപ്പോൾ ഈ ഒരു 30 വർഷം ട്രാവലിൽ സാർ പറഞ്ഞു പല സ്ഥലങ്ങളിൽ ഇൻസൾട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സാർ ആ ഇൻസൾട്ട് ആയ ഇതിൽ നിന്ന് മോട്ടിവേറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റാഫുകൾക്ക് അതിൽ നിന്ന് എന്താ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ഞാൻ അവരോട് എപ്പോഴും പറയും, നിങ്ങൾ ഒരാൾ കോളിംഗ് ആണല്ലോ നമ്മുടെ ബിസിനസ്, ഇവരുടെ കുട്ടികളുടെ ബിസിനസ്. അപ്പോൾ നമ്മളെ പറ്റാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെ പറ്റാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ദേഷ്യം വന്ന് ഇരിക്കുന്ന സമയത്തുണ്ടാവും. അപ്പോൾ നിങ്ങളെ ചിലപ്പോൾ നിന്നോടല്ല പറഞ്ഞത്, പലവട്ടം വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സഞ്ചിയിൽ, ഒരു കൊട്ടയിൽ കുറേ സാധനം ഞാൻ അവരടുത്ത് എല്ലാ ആഴ്ചയിലും കൊടുക്കും. അതിൻ്റെ പേരാണ് ക്ഷമ. മക്കളെ, നിങ്ങൾക്ക് തരുന്ന സാധനം ഇത് ക്ഷമയാണ്. ഇത് തീരുമ്പോൾ അടുത്ത ആഴ്ച പിന്നെ ഞാൻ ഫില്ല് ചെയ്ത് തരും.
ഇതെന്താ കാരണം എന്ന് വെച്ചാൽ പല സ്വഭാവമുള്ള ആൾക്കാരെയാണ് നിങ്ങൾ രാവിലെ മുതൽ വിളിക്കുന്നത്. അപ്പോൾ അവരടുത്ത് നിന്ന് പല മറുപടി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാരുടെ മനസ്സിൽ കേട്ട് കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ആണല്ലോ, ചെറിയ പയ്യന്മാരൊക്കെ അല്ലേ, ദേഷ്യപ്പെട്ടു പോകരുത്. അപ്പോൾ ഈ ക്ഷമെടുത്ത് കണ്ട് ഉപയോഗിക്കുക, ക്ഷമെടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ ആയിക്കോട്ടെ സാറേ, സാർ ഞാനിതൊരു എൻ്റെ അരിപ്രശ്നം ആയതുകൊണ്ട് ഞാൻ വിളിച്ചതാണ്, സോറി സാർ, സോറി എന്നിട്ട് വേഗം വെക്കുക ഫോണ്. പിന്നെ എപ്പോഴും നല്ല മൂടുണ്ടാവുമ്പോൾ പിന്നെയും വിളിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു മൂഡിൽ അവർ ഓക്കെ പറയും. അപ്പോൾ ആ ക്ഷമ അവർക്ക് കൊടുക്കും. ഞാൻ അവരോട് എപ്പോഴും നിർദ്ദേശിക്കുന്നത് ഈ ഒരു പോയിന്റാണ്. ഇൻസൾട്ടിൽ നിന്ന് പഠിച്ചാണ് ക്ഷമ എന്തായാലും വേണമെന്നുള്ളത്. ഒരാൾ പെട്ടെന്ന് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് വിളിക്കണ്ടെന്ന്, അപ്പോൾ അവിടെ ആകെ ഫീലിംഗ് ആയിട്ട് അവള് പിന്നെ മേശപ്പുറത്ത് ഇരിക്കുമല്ലോ, അവിടെ ആ ഇരിക്കാതെ അപ്പോൾ ഒരു സാധനം ബോഡിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാണ്ട് എന്താണ് ഒരു എനർജി. നിങ്ങളിപ്പോൾ ഒന്ന് വീണു ആൾക്കാരുടെ നിന്ന്, അപ്പോൾ എണീക്കുമ്പോൾ 4 ഭാഗത്തും നോക്കില്ലേ, അവിടെ നിങ്ങൾ എങ്ങനെയാ സാധനം ക്രിയേറ്റ് ചെയ്യുക അറിയോ? വേഗം തട്ടി കൊട്ടിയിട്ട് വേഗം ചിരിക്കുക. അപ്പൊ ആ സാധനം കൂടെ പോയി കിട്ടും. മറ്റേ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഒരു ചമ്മലായിരിക്കുമല്ലോ, അപ്പൊ വീട് സാധാരണ അല്ലേ, അതെന്തോ സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ തടഞ്ഞിട്ട് വീഴായിരിക്കും. അപ്പൊ അതിന് എത്ര സംഭവങ്ങളൊന്നുമില്ല, വീണ എണീക്കുക, അതാണ് അതിന്റെ പോയിന്റ്. അതുപോലെ തന്നെ സാറിന് ഈ ട്രാവലിലെ എന്തായാലും നല്ലൊരു സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടൊരു മൊമെന്റും ഉണ്ടാവും, അതുപോലെ തന്നെ സന്തോഷിച്ചൊരു നല്ല മൊമെന്റും ഉണ്ടാവും. അങ്ങനത്തെ 2 മൊമെന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ചില വലിയ വലിയ കച്ചവടങ്ങൾ നമ്മളത് നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മളതിൽ ഇടപെട്ടിട്ട് ആ ഓപ്പോസിറ്റുള്ള ആൾ നമ്മൾക്കൊരു ബ്രോക്കറേജ് തരാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന ഒരു ഗെയിം പോക്കിരിത്തരം എന്ന് പറയും, അല്ലെങ്കിൽ അയാൾ തെറ്റാണ് നമ്മളോട് ചെയ്യുന്നത് പരിപൂർണ്ണ ഉറപ്പായിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. ഒരു 10 വർഷം മുമ്പ് എനിക്ക് വലിയ കോടികൾ കിട്ടേണ്ട ഒരു കച്ചവടം എനിക്ക് നഷ്ടം, അവർ നേരിട്ട് പോയി ചെയ്തു. അതിലൊക്കെ ഉണ്ടായ ഫീലിംഗ് ഭയങ്കര, അങ്ങനെ പല സംഗതികളും ഫീലിംഗ് വരും. അവിടെയൊക്കെ നമ്മൾ ആദ്യകാലത്ത് നമ്മൾ ഫോഴ്സ് ചെയ്തിരുന്നു, എതിർത്തിരുന്നു, ചീത്ത പറഞ്ഞിരുന്നു. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമുക്കത് പറ്റൂലാന്ന് തോന്നിയപ്പോൾ നമ്മൾ അതിനെ കുറച്ച് മനസ്സിന് ഞാൻ ഈ പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്യുക, ക്ഷമ ക്രിയേറ്റ് ചെയ്യുക, ഉള്ളിൽ നിന്ന് പോട്ടെ ഒന്നുകൂടി തിരിഞ്ഞു നിൽക്കുക, കുറച്ചു നേരം അയാൾ ചെയ്യേണ്ടത് ചെയ്തോട്ടെ. ഈയിടെ 4 മാസം വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ 5-6 ആൾക്കാർ വർക്ക് ചെയ്തിട്ട് ഒരു വലിയ കച്ചവടം നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടപ്പത്തിന് അയാൾ പോയിട്ട് നേരിട്ടിട്ട് കച്ചവടം ചെയ്തു. ഇത്ര വലിയൊരു യൂസ്ലെസ്സുകളെ ലൈഫിൽ കണ്ടിട്ടില്ല. ഞാനത് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ പേര് പറയുന്നില്ല. അങ്ങനത്തെ ആൾക്കാർ കുറേ ഉണ്ട്. ഈ ബ്രോക്കേഴ്സിനെയും ഈ ഡീലർമാരെയും ഒക്കെ പിന്നെ എന്താ പറയുക, ഈ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടില്ല ഒരു ചെയ്യുന്നത്. അവരൊന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മളടുത്ത് ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ അക്ഷയനോട്, നമ്മുടെ ആദ്യകാലത്ത് നമ്മുടെ അടുത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, നമ്മളത് തിരുത്തിയിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. പാളിച്ചകൾ ഓരോരുത്തരുടെ വഴിയിലുണ്ടാവും, അക്ഷയന്റെ വഴിയിലുണ്ടാവും. അത് തിരുത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സന്തോഷം ഉണ്ടായിട്ടുണ്ട്, സങ്കടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒറ്റയടിക്ക് വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ തീരെ മുളച്ച സംഭവമാകുമ്പോൾ നമുക്കെല്ലാം പിന്നെ എല്ലാം പെട്ടെന്ന് കൈകാര്യം ചെയ്യാനുള്ള ഒരു സാധനം അവിടെ കിട്ടും. ഇതുപോലെ തന്നെ ബിസിനസ്സുകൾ സക്സസ് ആകുന്ന സമയത്ത് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ രീതിയിൽ പോയിട്ടുണ്ട്. അപ്പം സാറേ, ഇനിയിപ്പം നമ്മളിപ്പോൾ വരുന്ന തലമുറയോട് ഇപ്പം ഞാനടക്കമുള്ള യങ് എന്റർപ്രണേഴ്സ് സാറിനെ പോലുള്ള ആളുകളെ ഇൻസ്പയർ ആയിട്ടാണ് മുമ്പോട്ട് പോകാൻ വേണ്ടത്. അങ്ങനെ ആളുകളോട് ഈ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു 1 വേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ധൈര്യം. എപ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ നേരിൽ കയറി ഹെഡ് ചെയ്യുക. നിങ്ങളിത് ഇപ്പോൾ ഈ ആഴ്ചയിൽ ചാർജ് എടുത്ത അമേരിക്കൻ്റെ പ്രസിഡന്റ് ജോർജ് ബുഷ് മറ്റേ ട്രംപിൻ്റെ നമ്പർ ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക. ഹലോ ട്രംപ് സാറല്ലേ, ഞാൻ അക്ഷയാണ്, ഒന്ന് വെറുതെ ആയിന്ന് പറയാനാ സാറേ. ഒരു പേടി പേടിക്കണ്ട. നമ്മുടെ പ്രധാനമന്ത്രിയുടെ നമ്പർ കയ്യിലുണ്ടോ? വിളിച്ചോ. എലോൺ മസ്കിൻ്റെ നമ്പർ ഉണ്ടോ? അതിന് ഒരു പേടി പേടിക്കണ്ട. അപ്പോൾ ഞാനിങ്ങനെ എലോൺ മസ്കിനെ വിളിക്കും,
ഇങ്ങനെ പേടിച്ച് വിളിക്കണ്ട. എലോൺ മസ്ക്, ഹായ് എലോൺ മസ്ക് സാർ, ഹൗ ആർ യു സർ, സർ ഞാൻ അക്ഷയ് കോളിംഗ് ഫ്രം കാലിക്കറ്റ് സർ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കുക. ധൈര്യം. ആ ധൈര്യം ബിസിനസ്സിൽ എല്ലാത്തിലും പരിചയപ്പെടും. അവർ നമ്മളൊന്നും ചെയ്യാനില്ല. കാരണം ഒരാൾ വിളിച്ചു, നീ ആരാ എന്നെ വിളിക്കാന്നൊന്നും ചോദിക്കൂല. കാരണം അവരുടെ പൊസിഷനും അവരുടെ ക്വാളിറ്റി മാറിയ ആൾക്കാരെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അവർ വിചാരിക്കും ഈ അക്ഷയ് എന്താ എന്നെ വിളിക്കണത്, അവനാൾ ഉഷാറാണല്ലോ. അത് എലോൺ മസ്ക് നോട്ട് ചെയ്യും, അല്ലെങ്കിൽ ട്രംപ് നോട്ട് ചെയ്യും. അപ്പോൾ ആ നമ്പർ എടുത്തിട്ട് വിളിക്കാൻ നോക്കാം. അപ്പൊ ധൈര്യം, ഞാൻ ട്രംപിനെ വിളിച്ച ആളാ, ഞാൻ എലോൺ മസ്കിനെ വിളിച്ച ആളാ, എനിക്കെന്താ പ്രശ്നം? അങ്ങനത്തെ സാധനം വരും, ധൈര്യം വരും. പിന്നെ ഇപ്പത്തെ ഞാൻ എങ്ങനെ ആളത്തേക്ക് പോവും, ഞാൻ എങ്ങനെ ആളെ കാണും, ആ സംഭവം ധൈര്യം. സാറിന്റെ ഈ ഒരു ഹാഫ് ആൻ അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ മീഡിയക്ക് വേണ്ടിയാണ് ഇന്റർവ്യൂ എടുക്കാൻ വന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ ഞാൻ തന്നെ കുറെ ബിസിനസ് ആണല്ലോ, സ്റ്റാർട്ടപ്പാണ്, ഇപ്പൊ കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ഞാൻ ഫുൾ മോട്ടിവേറ്റ് ഞാനിപ്പോ പോയിട്ട് ഞാനിപ്പോ കുറെ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി, ഇപ്പൊ വിളിക്കണോ എന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിളിക്കൂ. ആ കഴിഞ്ഞ സാറിനെ വിളിച്ചു പറയൂ എന്ന് നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സാർ വളരെയധികം സന്തോഷം. സാറിന്റെ ഇത്രയും തിരക്ക് പിടിച്ച സമയങ്ങളിൽ ഈ ഒരു ചെറിയ സമയം എനിക്ക് വേണ്ടി പറ്റിച്ച് നമ്മളെ പുതിയ എന്റർപ്രണേഴ്സിന് ഈ വീഡിയോ എത്തുമ്പോൾ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉപകാരം. ഈ പറഞ്ഞ ടൈം ഞങ്ങൾക്ക് തന്നെ വളരെ സന്തോഷം. താങ്ക് യു അക്ഷയ്. എനിക്ക് ഇന്റർവ്യൂ തരണം, വലിയ